ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ പറ്റുമെന്നുള്ളതിലേക്ക് ഞാൻ കടന്നു വരാം. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇമാം നസായി അവിടുത്തെ സുനനുൽ കുബ്രയിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു വഅൻ നബി സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹുമാ അന്നഹുമാ ഖാലാ ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമാ. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളോട് ഒരു പ്രഭാഷണം നടത്തി. മഹാന്മാരായ സ്വഹാബികൾ പറയാം, ആ പ്രഭാഷണത്തിൽ തുടക്കത്തിൽ തന്നെ 3 വട്ടം റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കൊണ്ട് 3 വട്ടം ആണയിട്ട് സത്യം ചെയ്തു പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി 3 മറات. 3 വട്ടം അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. സയ്യിദുനാ റസൂലുള്ളാഹി ثم أكب فأكب كل رجل منا يبكي لا يدري على ماذا حلفا. പിന്നെ തല കുമ്പിട്ട് വെച്ചിട്ടങ്ങ് കരയാ തുടങ്ങി. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹുവാണ് സത്യമെന്ന് 3 വട്ടം പറഞ്ഞിട്ട് തല കുനിച്ച് പിടിച്ചങ്ങ് കരയാ തുടങ്ങി. അള്ളാന്റെ റസൂല് കരഞ്ഞാ മതി, എന്തിനെന്ന് ചോദിക്കണ്ട, സുന്നത്തല്ലേ. ഞങ്ങളും അത് കണ്ടങ്ങ് വാവിട്ട് കരയാൻ തുടങ്ങി. പുന്നാരപ്പൂമാന്റെ ചുണ്ടുകൾ വിതുമ്പുന്നത് കണ്ടാൽ ഞങ്ങളുടെ മനസ്സുകൾക്ക് പിടിച്ചു നിൽക്കാവതല്ല. ആ ചുണ്ട് വിതുമ്പുന്നത് കണ്ടാൽ ഞങ്ങളുടെ ചുണ്ട് വിതുമ്പിപ്പോകുമേ. പ്രവാചക പ്രേമത്തിന്റെ പ്രഫുല്ലമായ ആ അടയാളമാ സ്വഹാബത്തിന്റെ ജീവിതം. അവരങ്ങ് കരയാൻ തുടങ്ങി. അള്ളാന്റെ ഹബീബ് തലകുനിച്ച് പിടിച്ച് കരയുന്നു. എന്തിനാ സത്യം ചെയ്തത് ആർക്കും അറിയില്ല. പിന്നെ തല ഉയർത്തി. പെട്ടെന്നതാ അവിടുത്തെ മുഖത്തിൽ ഒരു സന്തോഷം വന്നു. ഒരു വലിയ മഴ പെയ്ത ശേഷം ഒരു വെയിൽ പുഞ്ചിരിക്കുന്ന പോലെ മുഹമ്മദ് മുസ്തഫ ചിരി വിടർന്നു. മുഖത്തൊരു ചിരി വിടർന്നു. فكانت أحب إلينا من حمر النعم. ثم قال ما من عبد يصلي الصلوات ال5 ويصوم رمضان ويخرج الزكاة ويجتنب الكبائر ال7 إلا فتحت له أبواب الجنة وقيل له ادخل بالسلام. എന്തിനാണ് ചിരിച്ചതും സന്തോഷിച്ചതെന്ന് അറിയോ? ഒരു നിമിഷം ആലോചിച്ചു, എങ്ങനെയാ ഒന്ന് സ്വർഗത്തിലേക്ക് എത്താ. സ്വർഗത്തിലെത്തുന്നത് എങ്ങനെയാന്നൊരു നിമിഷം ആലോചിച്ചപ്പോ കരഞ്ഞു പോയതാ. എത്ര കരയണം നമ്മള്? അല്ലാഹുവേ, എങ്ങനെയാ നിന്റെ സ്വർഗത്തിലേക്ക് എത്താ എന്നത് ഒരു നിമിഷം ആലോചിച്ചതിന്റെ പേരിൽ കരഞ്ഞു പോയതാ നബിയുനാ റസൂലുള്ളാഹി. 3 വട്ടം സത്യം ചെയ്തല്ലോ. എന്ത് പറയാനാണെന്നറിയോ? 5 വഖത്ത് കൃത്യമായി നിസ്കരിച്ചു. അതിന്റെ ആദ്യ സമയത്തിൽ തന്നെ പരിശുദ്ധ റമദാൻ ആരോഗ്യമനുസരിച്ചുകൊണ്ട് നോമ്പെടുത്തു. അതിൽ വീഴ്ചകളില്ലാതെ നോമ്പ് പിടിച്ചാൽ നോമ്പ് കൊണ്ട് പാടില്ലാത്തതൊന്നും ചെയ്യാതെയും ചെയ്യേണ്ടതൊക്കെ ചെയ്തും നോമ്പെടുത്തു. അതുപോലെ തന്നെ സകാത്ത് സദഖകൾ കൃത്യമായി ചെയ്തു. ഇതിന്റെ പുറമേ ഒരു വൻപാപവും അവൻ ചെയ്തിട്ടില്ല, ഹറാമും ചെയ്തിട്ടില്ല. സ്വർഗത്തിന്റെ 8 കവാടവും അവന്റെ മുന്നിൽ മലർക്കേ തുറക്കുമെന്ന സന്തോഷം പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു നബിയേ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, അങ്ങനെ അമൽ ചെയ്യാൻ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, അങ്ങനെ അമൽ ചെയ്യാൻ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ രീതിയിൽ നമ്മുടെ അമൽ കൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് കയറാം. പ്രാഥമികമായ അമൽ കേട്ടല്ലോ. ഇനി കേട്ടോളൂ, ഇനി കേട്ടോളൂ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, മൻ ഫുതിഹ ലഹു ഫിദ്ദുആഇ മിൻകും ഫുതിഹത് ലഹു അബ്വാബുൽ ജന്ന ലാ യസ്അലുല്ലാഹ അബ്ദൻ لا يسأل الله عبد شيئا أحب إليه من أن يسأل العافية. നമ്മളൊക്കെ ദുആ ചെയ്യാൻ പിശുക്കുള്ളവരാ. നേരം പുലർന്ന് ഇത്രയും നേരം കൊണ്ട് നമ്മൾ എത്ര വട്ടം ദുആ ചെയ്തു?
എത്ര ചെയ്യുന്നു അത്രയും ചെയ്യണം. ഹംദ് പറഞ്ഞുകൊണ്ട് തുടങ്ങണം, സ്വലാത്ത് കൊണ്ട് തുടങ്ങണം, മുഅ്മിനീങ്ങൾക്ക് പൊറുക്കാൻ തേടണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അതൊക്കെ ദുആയിൽ വേണം. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ ദുആയിൽ വേണം. ഞാൻ ആരുടെയൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ, ഞാനാൽ ആരൊക്കെ വേദനിച്ചിട്ടുണ്ടോ അവർക്ക് നീ പൊറുക്കണേ എന്ന് ആത്മാർത്ഥമായി പറയണം. ഹബീബിന്റെ പേരിൽ സ്വലാത്ത് വേണം. പിന്നെ അതിന്റെ കൂടെ അല്ലാഹുമ്മ ആതിഹിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅത വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദതഹു. ആ ദുആയും വേണം. ഇതൊക്കെ ചെയ്താൽ ദുആ സ്വീകരിക്കും. ഈ പറഞ്ഞൊന്നും മറക്കരുത്. ഹംദ്, സ്വലാത്ത്, ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീലത എന്ന് തുടങ്ങുന്ന ഭാഗം, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അത് വേണം. മാതാപിതാക്കൾക്ക് വേണം. അതൊക്കെ ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് പച്ച മലയാളത്തിൽ ചോദിച്ചോളൂ. എത്ര ചോദിക്കുന്നുവോ അത്രയും അല്ലാഹുവോട് നീ അടുത്തു, അല്ലാഹ് നിന്നോട് അടുത്തു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ മുന്നിൽ 8 കവാടവും അടച്ചിരിക്കാ. ഹറാമ് ചെയ്യാതെ അമൽ ചെയ്താൽ പതുക്കതൊന്ന് തുറന്നത് ഒന്നുകൂടി തുറന്നു തരാണ് 8 കവാടം. ദുആ ഇങ്ങനെ ചെയ്ത് തുടങ്ങി പിന്നെ എപ്പോഴും ദുആ, ഇടക്കിടക്ക് ദുആ. ഇത് നോർത്ത് വെക്കണം. ഇടക്കിടക്ക് ദുആ. ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കേണ്ട രാവുകൾ ഇടക്കിടക്ക് ദുആ, ഇടക്കിടക്ക് ഇങ്ങനെ ദുആ. അല്ലാതെ ലാസ്റ്റ് കൊണ്ടുവന്ന് ഫൈനൽ ഒറ്റ ദുആയല്ല, ഇടക്കിടക്ക് ദുആ. അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാ. ഇടക്കിടക്ക് ഇങ്ങനെ ദുആ വർദ്ധിപ്പിക്കുന്നത് ഒരു തൗഫീഖ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം ഹാക്കിമിന്റെ മുസ്തദ്രക്കിൽ കാണാം ഹദീസ്. ഇടക്കിടക്ക് ഒരാൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് അല്ലാഹു ആ മനുഷ്യനെ തെരഞ്ഞെടുത്തതിന്റെ അടയാളമാണ്. ഇടക്കിടക്ക് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മനുഷ്യൻ അല്ലാഹു തൗഫീഖ് നൽകിയതാണ്. ഒരു തൗഫീഖുള്ള മനുഷ്യന് മാത്രമാ അങ്ങനെ ചെയ്യാൻ കഴിയൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ പൊറുക്കണേ അല്ലാഹ്. ഏതായാലും ആ ഹദീസ് പറഞ്ഞതല്ലേ, ആ ഇൽമു കേട്ടതല്ലേ, നമുക്കൊന്ന് ദുആ ചെയ്യാം. ആ ഹദീസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഖബൂലാക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ലാഹ്. നിന്റെ സ്നേഹം ഞങ്ങളോട് വേണമല്ലാഹ്. റബ്ബേ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു രോഗവും കൊണ്ട് നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അള്ളാന്റെ ഹബീബ് പറയാ, ഇടക്കിടക്ക് അങ്ങനെ ദുആ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യാൻ ഞാൻ നിങ്ങളോട് പ്രത്യേകം ഒരു കാര്യം ഏൽപ്പിക്കട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏത് ദുആ കേൾക്കാനാണെന്നറിയുമോ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം വലാ യസ്അലുല്ലാഹ അബ്ദുൻ ശൈആ അഹബ്ബ ഇലൈഹി മിൻ അൻ യസ്അലൽ ആഫിയ. ആഫിയത്ത് ചോദിക്കല അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. എന്താ? അല്ലാഹുവിന്റെ അടിമ ആഫിയത്തിൽ നടക്കുന്നത് കാണാൻ അല്ലാഹുവിന് ഇഷ്ടം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നിങ്ങൾ ആഫിയത്ത് ചോദിച്ചോളൂ. ആഫിയത്ത് ഇടക്കിടക്ക് ചോദിക്കാം. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം അറിയോ? ആരോഗ്യം എന്നല്ല. നമ്മൾ മുമ്പ് മഗ്ഫിറത്ത് എന്ന് പറഞ്ഞ മാതിരി. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ മനസ്സിലാക്കിയത് അത് ചില സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകുന്ന അർത്ഥങ്ങളാണ്. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം എന്നല്ല കേട്ടോ അതിനർത്ഥം. സിഹത്താണ് ആരോഗ്യം. അറബി ഭാഷയുടെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് പറയണ്ടേ. സിഹത്താണ് ആരോഗ്യം. സഖ്മ് മർലിന്റെ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് വരുന്നതാണ്. രോഗത്തിന്റെ ഇപ്പുറത്താണ് സിഹത്ത് വരാ. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ കടബാധ്യത ഇല്ലാത്ത അവസ്ഥ, മക്കള് സ്വാലിഹീങ്ങളാകുന്ന അവസ്ഥ, കുടുംബത്തിൽ സമാധാനമുള്ള അവസ്ഥ. ഈ ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന എല്ലാ സന്തോഷത്തിനും ഒറ്റവാക്കിൽ പറയുന്ന പേരാണ് ആഫിയത്ത്. മയ്യത്തിന് വേണ്ടിട്ട് ദ്വാരക്കും. എന്താ ആഫിയത്തിന് ദ്വാരക്കാം? മയ്യത്തിന് ഇപ്പൊ കാലിന്റെ മുട്ടൊക്കെ വേദന എവിടെ? ഖബറിന്റെ അകത്ത് നെഞ്ചുവേദനയൊന്നുമില്ലല്ലോ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു. പിന്നെന്താ? വഅഫിഹി. എന്താ അതിനർത്ഥം? ഈ ദുനിയാവ് അവസാനിക്കുന്നതിന് മുമ്പ് മരിച്ചിട്ട് ഖബറിൽ കിടന്നാലും വേണ്ടില്ല, ജീവിച്ച് ഭൂമിയുടെ മുകളിൽ ഇങ്ങനെ കസേര പുറത്തിരുന്നാലും വേണ്ടില്ല. ആഫിയത്ത്, ആഫിയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് രോഗം ഇല്ലാത്ത അവസ്ഥ, ആരോഗ്യം. പക്ഷേ ഈ ഭൂമിയിൽ കിട്ടുന്ന എല്ലാ സന്തോഷത്തിനും ഒറ്റ വാക്കിൽ പറയുന്ന വാക്കാണെന്ത്? അങ്ങനെ എല്ലാം നമുക്ക് കിട്ടണം എന്നതാ അള്ളാന്റെ ആഗ്രഹമെന്ന് മുഹമ്മദ് നബി. അത് അള്ളാഹുവോട്
ചോദിച്ചാൽ അല്ലാഹു തരും. ഒരാൾ കൂടുതൽ ദുആ ചെയ്യുന്ന പ്രകൃതമാണെങ്കിൽ അത് അല്ലാഹ് ചെയ്ത ഒരു തൗഫീഖാണ്. നമ്മൾ പറയാറുണ്ട് അദ്ദേഹം ഒരു തൗഫീഖുള്ള മനുഷ്യനാണ്. ഒരു തൗഫീഖാണ്. കൂടുതൽ ദുആ ഇറക്കുന്ന പ്രകൃതമുണ്ടോ അത് അല്ലാഹു ചെയ്ത ഒരു തൗഫീഖ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എങ്കിൽ ഇനി നിങ്ങൾ ദുആ ചെയ്തോളൂ, അല്ലാഹുവോട് ആഫിയത്ത് ചോദിച്ചോളൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ കൂടുതൽ ദുആ ചെയ്യുന്നവന്റെ മുന്നിലേക്ക് സ്വർഗത്തിന്റെ 8 കവാടം മെല്ലെ മെല്ലെ തുറന്നുകൊണ്ടിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫുതിഹത് ലഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ സർവ്വ കവാടവും അവനിലേക്ക് മെല്ലെ മെല്ലെ തുറക്കാതെ ഇങ്ങനെ ദുആ കൂട്ടിയാൽ മതി. നിസ്കാരം ഒരു ദിവസം എത്ര വഖത്താ? 5. ദുആ 5 നിർബന്ധാണ്. ദുആ 5 നിർബന്ധമാണ്. 5-ൽ കുറയാൻ പാടില്ല. നിസ്കാരം ഫർദ് 5 വഖത്തിനപ്പുറം 6-മതൊരു വഖത്ത് ഫർദ് ഇല്ല. പക്ഷെ ദുആ അതിനപ്പുറം എപ്പോഴും ഉണ്ട്. നിസ്കാരത്തിന്റെ അകത്ത് പോലും നമ്മൾ ഒരു ദുആ നടത്തിയത് 17 വട്ടമാ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നിസ്കാരം എന്നതിന്റെ അർത്ഥം തന്നെ അസ്സലാ അദ്ദുആ. എവിടെ ദുആ? വജ്ഹതു വജ്ഹി ല്ലേ? ചേർത്ത് ഓതുമ്പോ വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ദുആയാണത്. ഫാത്തിഹ ദുആയാണ്. അതിനപ്പുറത്തേക്ക് ചില സൂറത്തുകൾ, ആയത്തുകൾ ദുആയാണ്. അതിനപ്പുറത്തേക്ക് സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി ഒരു ദുആയാണ്, തസ്ബീഹാണ്. അതിനപ്പുറത്തേക്ക് റബ്ബനാ ലക്കൽ ഹംദ് എന്ന് തുടങ്ങുന്ന ദുആയാണ്. സുജൂദ് ദുആയാണ്. അവസാനം അത്തഹിയ്യാത്തിലേക്ക് വരുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു ദുആയാണ്. ദുആയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ദുആയാണ്. നിസ്കാരം മുഴുവനും ദുആ. നിസ്കാരത്തെക്കാൾ കൂടുതൽ ദുആ നിസ്കാരം തന്നെ. ദുആ വർദ്ധിപ്പിക്കണം എന്നതാ നമ്മുടെ സിലബസ്. അതാണ് ഇസ്ലാം. സയ്യിദുനാ റസൂലുള്ളാഹി ദുആ വർദ്ധിക്കുന്തോറും സ്വർഗത്തിന്റെ കവാടം നിന്റെ മുന്നിൽ ഇങ്ങനെ തുറന്നു വരുന്നു, വന്നുകൊണ്ടേയിരിക്കുന്നു. തുറക്കണം, തുറപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 8 പതുക്കെ ഇങ്ങനെ നിന്റെ നേരെ തുറന്ന് അങ്ങനെയാണല്ലോ ഒരു ചക്ക വെട്ടി കൊണ്ടുവന്ന് പഴുപ്പിക്കാൻ വെക്കുമ്പോ തന്നെ പഴുക്കും. പതുക്കെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പഴുത്ത് തുടങ്ങും. അങ്ങനെയാണ്. പതുക്കെ തുറക്കണം. ഇന്ന് മുതൽ തുറക്കാനുള്ള പണി നോക്കണം. അപ്പൊ ദുആ വർദ്ധിപ്പിക്കണം. ഹറാമുകൾ ഒഴിവാക്കി അമൽ ചെയ്യണം. ഇപ്പൊ 2 കാര്യം പറഞ്ഞു. ഇനി കേട്ടോളൂ. 3-മതുണ്ട്. അത് സ്ത്രീകൾക്ക് സ്പെഷ്യലാണ്. സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ 3-മത് ഇനി പറയാൻ പോകുന്ന കാര്യം. പുരുഷന്മാർക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല. 4 കാര്യം എപ്പോഴും അങ്ങനെ. ആ 4 കാര്യം കൊണ്ട് പെണ്ണിന് സ്വർഗം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുന്ന പോലെ പോവാൻ നമ്മുടെ ഉമ്മാക്ക് കഴിയും, നമ്മുടെ ഭാര്യക്ക് കഴിയും, നമ്മുടെ പെങ്ങൾക്ക് കഴിയും, നമ്മുടെ ഇത്താത്താക്ക് കഴിയും, നമ്മുടെ മകൾക്ക് കഴിയും. നമുക്ക് കഴിയൂല. 4000 ചെയ്താലും അവര് പോകുന്ന പോലെ പോവാൻ നമുക്ക് പറ്റൂല. 4 പറഞ്ഞുള്ളൂ പെണ്ണിന്. അതിൽ 2-ലും വിട്ടുവീഴ്ച, 2-ൽ കർക്കശം. ഒന്നാമത്തേതാൽ 5 വഖത്ത് നിസ്കാരം വിട്ടുവീഴ്ചയുണ്ട്. മാസത്തിൽ 5-6 ദിവസം അവള് നിസ്കരിക്കണ്ട. നിസ്കരിച്ച ഹറാമാണ്. അത് ഖളാ വിട്ടൽ ഹറാമാണ്. വേണ്ട വിട്ടുവീഴ്ചയുണ്ട്. 2-മത് പറഞ്ഞു വസ്വാമത്ത് ശഹറഹ. നോമ്പ് പിടിക്കുന്ന കാര്യം റമദാനിൽ അവള് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഈ 2 കാര്യങ്ങൾ പെണ്ണുങ്ങൾ ചെയ്യാറുള്ളതാ. നോമ്പിലും വിട്ടുവീഴ്ചയുണ്ട്. കാരണം നോമ്പ് നിസ്കാരം അള്ളാഹുമായി ബന്ധപ്പെട്ടതാ. വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം റമദാൻ വരുന്നതിന് മുമ്പായിട്ട് 1 കൊല്ലത്തിനുള്ളിൽ 5-6 ഖളാ വീട്ടിയാൽ മതി. അവർക്ക് പിരീഡുള്ള സമയത്ത് നോമ്പും വേണ്ട, നിസ്കാരം വേണ്ട. 2 കാര്യം പറഞ്ഞു കഴിഞ്ഞു. 2-ലും വിട്ടുവീഴ്ച കൊടുത്തു. അപ്പൊ ഇനി പറയാനുള്ളതിൽ എത്ര കർശനമായിരിക്കും. 3-മത്തേത് വഹ്സനത ഫർജഹാ. സൗന്ദര്യ പ്രദർശനം എന്റെ ശരീരം കൊണ്ട് ഇല്ല. അങ്ങനെ പെണ്ണ് തീരുമാനിക്കുന്നതിനെല്ലാം കിട്ടും. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പെണ്ണവളുടെ സൗന്ദര്യം സൂക്ഷിച്ചാൽ
നാലാമത്തേത് ഭർത്താവിനോട് വിധേയത്വം കാണിച്ചാൽ അവൻ പറഞ്ഞു ചെയ്ത് അനുസരിക്കുന്ന പോലെയല്ല, പറഞ്ഞാൽ അവൾ ചെയ്യേണ്ടത് അവൻ പറയാൻ നിൽക്കണ്ട, പറയാതെയും ചെയ്യാം. അങ്ങനെയുള്ള വിധേയത്വം ഇക്ക വരുമ്പോൾ ഇങ്ങനെയുള്ള ഇക്ക വരുമ്പോ തന്നെ ആവശ്യപ്പെടാൻ സാധ്യത ഇന്ന കാര്യം, അതെല്ലാ ദിവസവും പറയണ്ട, അറിയാം. ഇക്ക വരുമ്പോൾ അങ്ങനെ ഇക്കാക്ക് ഇങ്ങനെ അങ്ങനെ ഓരോന്ന് ഭർത്താവ് പറഞ്ഞ് ചെയ്യുന്നതും പറഞ്ഞാലേ ചെയ്യൂ എന്നല്ല, പറഞ്ഞ് ചെയ്യുന്നത് പറയാതെയും ചെയ്യാൻ. ഒരു പെണ്ണിന്റെ വിധേയത്വ ബോധം ഈ നാലുണ്ടെങ്കിൽ പെണ്ണിന് സ്വർഗം ആര് പോകുന്ന പോലെ പോവാം. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ദുഹുലി, അവളോട് പറയും, നീ കടന്നോ അൽ ജന്നാ, സ്വർഗത്തിലേക്ക്, മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅ്തി, നിനക്ക് ഇഷ്ടമുള്ള ഏത് കവാടത്തിലൂടെയും പോവാം. അബൂബക്കർ തങ്ങൾ പോയ പോലെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം ഹദീസ്. ഇനി നമുക്ക് മൊത്തത്തിൽ ചെയ്യാൻ പറ്റിയ ഒരമലും കൂടി ഞാൻ പറയാം, തൽക്കാലം നിർത്താം. നമുക്ക് മൊത്തത്തിൽ ചെയ്യാൻ പറ്റിയ ഒരമല്, ഒളു ചെയ്യുമ്പോൾ ചെറുപാപങ്ങൾ പൊഴിഞ്ഞു പോകും, അല്ലെ? ഒളു ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒളു ചെയ്യുമ്പോൾ അതിന്റെ ഹക്കുകളൊക്കെ നിർവഹിച്ച് പരമാവധി ബാത്റൂമിൽ ഒളു കൊടുക്കാതിരിക്കണം. കാരണം ദിക്റുകൾ ചൊല്ലാൻ പറ്റൂല. ബാത്റൂമിന്റെ അകത്ത് ഒളു കൊടുത്താൽ വെള്ളം തഹൂറാണോ എന്നതേ ഉള്ളൂ. അത് വെള്ളം ഒലിക്കേണ്ട സ്ഥലത്ത് ഒലിച്ചോ, നെയ്യത്ത് വെച്ചോ, നെയ്യത്ത് കൽബിലാ ഉള്ളത്. ഇതൊക്കെ കൊണ്ട് ഒളു, ബാത്റൂമിൽ ഒളു പരിഗണിക്കുമെങ്കിലും ആ ഒളു കൊണ്ട് നിസ്കാരത്തിൽ ഖുശൂഅ് ഉണ്ടാവില്ല. കാരണം നിസ്കാരത്തിന്റെ ഖുശൂഇനെ പറയുന്നതിന് തൊട്ടു മുമ്പ് ഒളുവിന്റെ പൂർത്തീകരണം പറഞ്ഞത് സയ്യിദുനാ റസൂലുള്ളാഹി. തുർമുദിയുടെ ജാമിഇലും അബൂദാവൂദ് ഇമാമിന്റെ സുനനിലും ഒക്കെ ഹദീസുണ്ട്. നിസ്കാരത്തിന്റെ ഖുശൂഅ്, ഹൃദയഭക്തി പറയുന്നതിന് മുമ്പ് ഒളുവിന്റെ പരിപൂർണതയെ പറയും. ഒളു പരിപൂർണമാകുന്നത് ഒരിക്കലും ബാത്റൂമിൽ നടക്കണ പരിപാടിയില്ല. കാരണം ബാത്റൂമിൽ ഒളുവിന്റെ ദിക്റും ദുആയും പറയാൻ പാടില്ലല്ലോ. അപ്പൊ ഒളു പരിപൂർണ്ണല്ല. പിന്നെ എങ്ങനെ നിസ്കാരത്തിന്റെ ഖുശൂഅ് കിട്ടുക? ഒളു പൂർണ്ണമാകണം. അപ്പോൾ പാപങ്ങൾ പൊഴിഞ്ഞു വീഴും. അതോടൊപ്പം അതൊരു ഇബാദത്താണ്. ഒളു എന്താണ്? ഒരു ഇബാദത്തിന് വേണ്ടിയുള്ള മറ്റൊരു ഇബാദത്താണ്. ഒളുടുത്ത കൂലി കിട്ടേ. ഒളു ഒരു ഇബാദത്താണ്, മറ്റൊരു ഇബാദത്തിന് നിർബന്ധമായും വേണ്ടി വരുന്ന വേറെ ഒരു ഇബാദത്താണ്. ശുദ്ധിയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് ഖുർആൻ. അതായത് റബ്ബിന് ഇഷ്ടമുള്ള ഒരാളായി തീരുകയാണ്. ഖിബലക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ആകാശത്തേക്ക് കണ്ണുയർത്തണം. ആകാശം കാണണമെന്നില്ല, കൈ ഉയർത്തണം. കണ്ണില്ലാത്തവർക്കും ഇത് ബാധകമാണ്. എന്നിട്ട് തേടണം. ഒരു ദുആ ഉണ്ട്, ഈ ദുആ തേടിക്കോളൂ, ഈ ദുആ ചൊല്ലിക്കോളൂ. സ്വഹീഹ് മുസ്ലിം അൻ ഉഖബത്ത് ബിൻ ആമിർ ഖാല റസൂലുള്ളാഹി മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയബ്ലുഗു ഫയസ്ബിഗുൽ ഉളൂഅ സുമ്മ യഖൂൽ. പരിപൂർണമായും ഒളു എടുത്തു ഒരാള് ഒളുവിന്റെ ശേഷം ഖിബലക്ക് തിരിഞ്ഞു നിന്ന് ആകാശത്തേക്ക് കണ്ണുകളും കരങ്ങളും ഉയർത്തി, എന്നിട്ട് അവൻ ദുആ ചെയ്തു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് തുടങ്ങുന്ന ദുആ. അതിന്റെ അകത്ത് ഫിഖ്ഹ് കുറച്ച് വാക്കുകൾ വേറെയും കൂട്ടിയിട്ടുണ്ട്. ഹദീസിൽ അത് പരിപൂർണമായിട്ടും ഈ റിവായത്തിലില്ല. ഒളുവിന്റെ ശേഷമുള്ള ദുആ, വുദൂഇന്റെ ശേഷമുള്ള ദുആ, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഖിരീന വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ. വുദൂഇന്റെ ശേഷമുള്ള ദുആ അത് പതിവുണ്ടെങ്കിൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ശാആ. സിദ്ദീഖ് തങ്ങൾ പോകുന്ന പോലെ സ്വർഗ്ഗത്തിൽ പോവാൻ വുദൂഇന്റെ ശേഷമുള്ള ദുആ കൊണ്ട് പറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. പരിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. ഞങ്ങളുടെ അമലിൽ ബറക്കത്ത് നൽകണേ അല്ലാ.
അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ ആയുസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, പ്രത്യേകിച്ച് ഇന്നലെ മരിച്ചുപോയ ഉമ്മ അടക്കമുള്ള ഒരുപാട് സഹോദരിമാർ സഹോദരങ്ങൾ, റബ്ബേ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ കൊണ്ട് ഞങ്ങളുടെ കണ്ണിന് കുളിർമയേകണേ അല്ലാ. ഖൽബിന് സുഖം തരണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ നോമ്പുതുറകൾ നീ കബൂലാക്കണേ അല്ലാ. ലോകാവസാനം വരെ ഞങ്ങളുടെ രാജ്യത്തിന്റെ മതസ്വാതന്ത്ര്യം നീ നിലനിർത്തണേ അല്ലാ. മക്കളുടെ പഠനത്തിൽ ബറക്കത്ത് നൽകുക അല്ലാ. തൊഴിൽ തേടുന്ന മക്കൾക്ക് അർഹമായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് ദൂരദിക്കുകളിൽ നിന്നും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്ന സഹോദരങ്ങൾ സഹോദരിമാർ, അല്ലാഹുവേ ഈ കൂടിയിരുന്ന ആമീൻ പറയുന്നവർ എന്തെല്ലാം മുറാദുകൾ മനസ്സിലുണ്ടോ നീ സഫലമാക്കണേ അല്ലാ. ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഈ മഹല്ലിൽ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ, അല്ലാഹുവേ അവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ സുഭിക്ഷമായ ഭക്ഷണം വാങ്ങിക്കഴിക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല അല്ലാ. ഇൽമിനെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ ഇൽമിന്റെ അഹ്ലുകാരോടുള്ള മഹബത്തിലാ ഞങ്ങൾക്കത് തരുന്നത് അല്ലാ. പദവി ഞങ്ങൾക്കില്ലേൽ പോലും ഞങ്ങളോട് അവർ കാണിക്കുന്ന സ്നേഹപ്രകടനത്തിൽ ഞങ്ങൾ തൃപ്തരാണ് അല്ലാ. സ്വർഗമല്ലാതെ മറ്റൊന്നും കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധ റമദാൻ വന്നപ്പോ ഉസ്താദുമാർക്ക് ഹദിയകൾ കൊടുത്തവർ ഞങ്ങളുടെ പള്ളിയിലും പരിസരത്തും വീട്ടുമുറ്റത്തും വന്ന് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ കൈനീട്ടിയവർ, വെച്ചുകൊടുത്ത് സന്തോഷിപ്പിച്ചവരുണ്ട് അല്ലാ. ചെറുതും വലുതുമായ ഹദിയാകൾ കൊടുത്തവർ, സദഖകൾ കൊടുത്തവർ, എല്ലാവർക്കും റബ്ബേ മരണം വരെ കുടുംബത്തോടൊപ്പം ആഫിയത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ ലോകത്തുള്ള ക്യാൻസർ രോഗികൾക്ക് നീ ക്ഷമ നൽകണേ അല്ലാ. അല്ലാഹുവേ വലിയ കൂലി നൽകണേ അല്ലാ. അല്ലാഹുവേ ആ രോഗത്തിന്റെ മരുന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യവർഗത്തിന് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാ അല്ലാ. വാഹനാപകടങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. ആരോഗ്യപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് റബ്ബേ പ്രത്യേകിച്ച് ഞങ്ങളുടെ പണ്ഡിതന്മാരിൽ പലരും ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. കടങ്ങളുണ്ട് റബ്ബേ, കടങ്ങളുള്ള സഹോദരന്മാർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ കടങ്ങൾ നീ തന്നതല്ലേ അല്ലാ. കടങ്ങൾ വീടാനുള്ളത് നിന്റെ കയ്യിലല്ലേ അല്ലാ. അത് നീ വിട്ടണേ അല്ലാ. വസ്തുക്കൾ വിറ്റുപോവാൻ, അതുവഴി പല ആവശ്യങ്ങളും നിറവേറാൻ പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ റമദാനെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹുവേ വിൽക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. വിറ്റാൽ നടക്കേണ്ട ആവശ്യം നീ നടത്തി കൊടുക്കണേ അല്ലാ. വിറ്റ ശേഷം വിറ്റതിനേക്കാൾ ഖൈറായ മറ്റൊന്ന് വാങ്ങാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണേ അല്ലാ. ഫലസ്തീനി മുഅ്മിനീങ്ങളെ റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ പീഡനങ്ങളിൽ റബ്ബേ നീ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വെള്ളരിപ്രാവ് നമ്മുടെ ഫലസ്തീനി മക്കളുടെ തലക്ക് മുകളിൽ പറക്കണമല്ലോ. അല്ലാഹുവേ റബ്ബേ ഒരാളെങ്കിലും ഞങ്ങളോട് ഏതെങ്കിലും ഒരു സങ്കടമോ വിഷമമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ദുആഇന്റെ ആശ്വാസത്തിൽ റബ്ബേ ഞങ്ങൾ അവരെ മറന്നാലും നീ മറന്നിട്ടില്ലല്ലോ അല്ലാ. ചേർക്കണേ തമ്പുരാനെ, ചേർക്കണേ അല്ലാ. അല്ലാഹുവേയുള്ളവനെ കേട്ടിരുന്നവരിൽ നീ ഖൈർ നൽകുക അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. കാലുവേദന, നടുവേദന, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ശാരീരിക അസ്വസ്ഥതകൾ, ബാലൻസ് പോകലടക്കമുള്ള ഇയർ ബാലൻസ് പോകലടക്കമുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ആഫിയത്ത് നൽകണേ അല്ലാ. മക്കളുടെ പഠനം, എക്സാം എല്ലാം ഖൈറിലാക്കണേ അല്ലാ. പരിശുദ്ധ റമദാൻ വന്നിട്ട് റമദാന്റെ പവിത്രതയ്ക്ക് നിരക്കാത്തത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലാ അത് നിന്റെ മുന്നിൽ രേഖയല്ലേ. നീ പൊറുക്കണേ തമ്പുരാനെ, നീ പൊറുക്കണം അല്ലാ, നീ പൊറുക്കണേ അല്ലാ. അല്ലാഹുമ്മ ജഅൽനാ വഅഖിലനാ മിമ്മൻ റളിയ അൻഹും ശഹ്റു റമദാൻ.
لا تجعلنا ولا إياهم ممن خصم عنهم شهر رمضان وجعلنا وإياهم ممن تحصلت له ليلة القدر يا رب العالمين. പുണ്യ റമദാനിൽ പലരുടെയും ആണ്ട് ദിവസങ്ങളാ. ഞങ്ങളിൽ നിന്നും മരിച്ച എല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാഹ്. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറാ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد